ഹലോ സ്റ്റുഡൻസ്, +1 പബ്ലിക് എക്സാമിനേഷൻ ആയാലും ഓണം എക്സാമിനേഷൻ ആയാലും ആഫിൽ എക്സാമിനേഷൻ ആയാലും റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് തന്നെ ജേർണലൈസിംഗ് പ്രോസസ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്ക് ജേർണലൈസിംഗ് പ്രോസസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പല രീതിയിലാണ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളത്. നേരിട്ട് ജേർണലിൻ്റെ ചോദിച്ചിട്ടുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ജേർണലൈസിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ജേർണലൈസിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ come to the exercise, that is first question. Identify the debit and credit aspects. അതുകൊണ്ടോ ജേർണലൈസിംഗ് പ്രോസസ്സിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡെബിറ്റും ക്രെഡിറ്റും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്നൊക്കെ എഴുതാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെ ഒരു ചോദ്യം, ഐഡന്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ അകത്ത് ഡെബിറ്റ് ആസ്പെക്ട് ഏതാണ്, ക്രെഡിറ്റ് ആസ്പെക്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. ഇവിടെ നിങ്ങൾ ജേർണലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് അലൗഡ് ടു മിസ്റ്റർ അനന്തു ആണ്. അപ്പം ഡിസ്കൗണ്ട് അലൗഡ് ടു മിസ്റ്റർ അനന്തു എന്ന് പറയുമ്പോൾ അനന്തു ഡിസ്കൗണ്ട് അലൗ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് ഓൾവേസ് ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് ഓർ ലോസ് ഓഫ് ദ ഫേം. ഇവിടെ നമുക്ക് ഡെബിറ്റ് ആസ്പെക്ട്സിലേക്ക് പോകുന്ന സമയത്ത് ഡെബിറ്റ് ആസ്പെക്ട്സ് വരേണ്ടത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് തന്നെയാണ്. വാട്ട് ഈസ് എ ക്രെഡിറ്റ് ആസ്പെക്ട്സ്? ഇവിടുത്തെ ക്രെഡിറ്റ് ആസ്പെക്ട്സ് അനന്തു എന്ന് പറയുന്ന പേഴ്സൺ ആണ്. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇങ്ങനെ നമുക്ക് ജേർണലൈസിങ് ചെയ്യാതെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഗുഡ്സ് ടേക്കൺ ഫോർ ദ പേഴ്സണൽ യൂസ്. ഗുഡ്സ് പേഴ്സണൽ യൂസിന് എടുക്കുന്നു. നമുക്കറിയാം, ഏതെങ്കിലും ഒരു പ്രൊപ്പറൈറ്റർ ക്യാഷോ ഗുഡ്സോ പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ, വിഡ്രോ ചെയ്യണമെങ്കിൽ ഓൾവേസ് ദ ഡെബിറ്റേഴ്സ് ഡ്രോയിങ്സ്. നമുക്കത് ഡ്രോയിങ്സ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ക്രെഡിറ്റ് ക്യാഷ് ആണ് എടുക്കുന്നതെങ്കിൽ ഡെബിറ്റ് ക്യാഷ്, ഇറ്റ് ഈസ് വെരി ഈസി. ഇനി ഗുഡ്സ് ആണ് എടുത്തതെങ്കിൽ ക്രെഡിറ്റ് വി ആർ റെക്കോർഡിംഗ് ലൈക്ക് പർച്ചേസസ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇനി ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് മെഷീനറി. നമുക്ക് പരിചയമില്ലാത്ത ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ചില ട്രാൻസാക്ഷൻസ് ആയിരിക്കാം. ബേസിക് ചാപ്റ്റേഴ്സിൽ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റെയർ ആയിട്ട് പഠിക്കുന്നുള്ളൂ. പക്ഷേ ഡിപ്രീസിയേഷൻ ചാപ്റ്റർ മുന്നോട്ട് പഠിക്കാനുമുണ്ട്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ വരുമ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് എ ലോസ്. സോ ഡെബിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഡിപ്രീസിയേഷൻ ആണ്. ക്രെഡിറ്റ് പർട്ടിക്കുലർ അസറ്റ് ആണ്. ഈ ക്വസ്റ്റിനകത്ത് അസറ്റ് എന്ന് പറയുന്നത് മെഷീനറി ആണ്. സോ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെയുള്ള ചോദ്യം വരാറുണ്ട്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്ന രീതി ഇങ്ങനെയായിരിക്കാം, ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ചോദ്യമാണ്. ഈ ചോദ്യം ഡയറക്റ്റ് ആണ്, അല്ലെ? ഡയറക്റ്റ് ആണ്. ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസാക്ഷൻസ് തരുന്ന സമയത്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ചോദ്യമാണോ ജേർണലൈസിങ്ങിൻ്റെ ചോദ്യമാണോ എന്ന് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം. അക്കൗണ്ടിങ് ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതേപോലെയുള്ള ട്രാൻസാക്ഷൻസ് വരാനുള്ളത്. ജേർണലൈസിങ്ങിനും ട്രാൻസാക്ഷൻ സെയിം ആയിരിക്കും. ഹെഡിങ് നല്ലപോലെ ഒബ്സർവ് ചെയ്യണം. ഇവിടെ ജേർണൽ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എൻട്രീസ് നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടാവും, കാണുമ്പോഴേ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക്, ഒരു എക്സ്പെൻസ് ചെക്ക് വഴി പേ ചെയ്യുന്നു. ഇൻഷുറൻസ് ഡെബിറ്റ് ആണ്. അതുപോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റ് ആണ്. ജേർണൽ എൻട്രി ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. ബട്ട് ദ സെക്കൻഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹2,500 ഗേവ് ടു ചാരിറ്റി. ചാരിറ്റി കൊടുക്കുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് അത് ഗുഡ്സ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ കൊടുത്തേക്കാം. ഗുഡ്സ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ചാരിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് എന്നാണ് എൻട്രി വരുന്നത്. ഇനി വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഒരു ബാങ്കിൽ നിന്നും ക്യാഷ് നമുക്ക് രണ്ട് രീതിയിൽ വിഡ്രോ ചെയ്യാം. ഒന്ന്, നമുക്ക് വിഡ്രോ ചെയ്യാം ഓഫീസിലേക്ക്. രണ്ടാമത്തത് പേഴ്സണൽ യൂസിന്. ഓഫീസിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ആണ്. പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ആണ്. ഇനി ഗുഡ്സ് റിട്ടേൺഡ് ടു നിർമ്മൽ. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ വരുമ്പോൾ ഏത് റിട്ടേൺസ് ആണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല. പർച്ചേസ് റിട്ടേൺ ആണോ അതോ സെയിൽസ് റിട്ടേൺ ആണോ? ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും നമുക്ക്. ഗുഡ്സ് റിട്ടേൺഡ് ടു എന്നാണ് പറയുന്നത്, ടു നിർമ്മൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു നിർമ്മൽ ആവുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് നിർമ്മലിന് കൊടുക്കുന്നത്. എൻട്രി വരേണ്ടത് നമുക്കറിയാം, പർച്ചേസസ് റിട്ടേൺസ് ആണ് ഇവിടെ വരുന്നത്. നിർമ്മലിന് ഗുഡ്സ് കിട്ടുന്നു. നിർമ്മൽ അക്കൗണ്ട് അറ്റ് ടു പർച്ചേസസ് റിട്ടേൺസ്. പർച്ചേസ് ഡെബിറ്റ് ആവുമ്പോൾ പർച്ചേസസ് റിട്ടേൺസ് ക്രെഡിറ്റ് ആയിരിക്കും. സാർ ഇവിടെ അത് ജേർണലൈസിങ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. പക്ഷേ ഒരു ചോദ്യം ഇങ്ങനെ വന്നേക്കാം, ജേർണൽ എൻട്രി നേരിട്ട് തരുന്നു, ജേർണലൈസിങ് കഴിഞ്ഞു, പക്ഷേ ഇതിനകത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും ഒരു പക്ഷേ എക്സാമിനേഷൻ വരുന്നത്. നമ്മളത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഒരു പക്ഷേ അതിൻ്റെ നരേഷൻ ഉപയോഗിച്ചായിരിക്കാം, അല്ലെങ്കിൽ നരേഷനെ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മളതിൻ്റെ ട്രാൻസാക്ഷൻ ഉപയോഗിച്ചായിരിക്കാം. ഐ മീൻ ഡെബിറ്റും ക്രെഡിറ്റും ഉപയോഗിച്ചായിരിക്കാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വാട്ട് ഈസ് ക്രെഡിറ്റ്? ക്രെഡിറ്റിൽ എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്? തീർച്ചയായും ഇവിടെ ക്രെഡിറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടത് നമുക്കറിയാം, നരേഷനോട് പിടിക്കാം. ക്യാഷ് അക്കൗണ്ട് അറ്റ് സെയിൽ ഡാഷ് ആണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സോ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ എന്നാണ് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുക്കാൻ സാധിക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്.
വെരി സിമ്പിൾ. ദെൻ ഡെബിറ്റും ക്രെഡിറ്റും മിസ്സിംഗ് ആണ്. പക്ഷേ നരേഷൻ പറഞ്ഞു പെയ്ഡ് റെന്റ്. നമുക്കറിയാം ഒരു നരേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു ട്രാൻസാക്ഷൻ തന്നെയാണ്. സോ പെയ്ഡ് റെന്റ് ആവുമ്പോൾ നമുക്ക് ഡെബിറ്റിൽ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ആൻഡ് ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. റെന്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് എൻട്രി വരേണ്ടത്. അടുത്തത് ക്യാഷ് അക്കൗണ്ട് അറ്റ് സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് സെയിൽസ് ആവുമ്പോൾ വാട്ട് ഈസ് നരേഷൻ? ഈ ചോദ്യത്തിൽ ഒന്ന് ക്രെഡിറ്റ് ചോദിച്ചു, ഡെബിറ്റും ക്രെഡിറ്റും ചോദിച്ചു, അടുത്ത നരേഷനെ ചോദിക്കുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിൽസ് ആണ് ഓർ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇങ്ങനെയും ഒരു പക്ഷേ എക്സാമിനേഷന് ചോദിച്ചേക്കാം. ഇനി നമുക്ക് ജേർണലൈസിങ് പ്രോസസ്സിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 1 മാർക്കിനും ചോദിക്കാം. പലപ്പോഴും ജേർണൽ എൻട്രി ക്വസ്റ്റ്യൻസ് വലുതാണെങ്കിലും 1 മാർക്കിനും ജേർണലൈസിങ് പ്രോസസ് ചോദിച്ചേക്കാം. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു തോമസ് ആൻഡ് കമ്പനി അക്കൗണ്ട്. വി ക്യാൻ ഐഡന്റിഫൈ ദ ഡെബിറ്റ് ഫ്രം ദ നരേഷൻ. പർച്ചേസ്ഡ് മെഷീനറി ഫ്രം തോമസ് ആൻഡ് കമ്പനി. സോ ഹിയർ പർച്ചേസ് അല്ല, ക്യാഷ് അല്ല, ഗുഡ്സ് അല്ല, ദ ആൻസർ വിൽ ബി മെഷീനറി. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മെഷീനറി ആണ്. മെഷീനറി പർച്ചേസ് ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഇങ്ങനെ ചോദിച്ചിരുന്നു, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിരുന്നു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ഡാഷ്, ഡാഷ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ്. നോക്കിക്കോളൂ, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ എൻട്രിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഹരി എന്നാണ്. ടു ഹരി അക്കൗണ്ട്, ടു ഹരി അക്കൗണ്ട് ആണ് ആൻസർ. ഡാഷ് അക്കൗണ്ട് അറ്റ് പർച്ചേസ് ടു ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പേഴ്സണൽ യൂസ് ആവുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ എന്നാണ് എൻട്രി വരേണ്ടത്. ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ഒരു ബാങ്ക്. നരേഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ആണ്. സോറി, ഫർണിച്ചർ ത്രൂ ചെക്ക് ആണ് നമുക്ക് ആൻസർ വരേണ്ടത്. ഇനി 15ാം തീയതി ട്രാൻസാക്ഷൻ ബിനു അക്കൗണ്ട് അറ്റ് ഒരു ഡാഷ്, ഗുഡ്സ് റിട്ടേൺഡ് ടു ബിനു. സോ ബിനു അക്കൗണ്ട് അറ്റ് ടു പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സാബു എന്നാണ് എൻട്രി വന്നിരിക്കുന്നത്. ക്യാഷ് റിസീവ്ഡ് ഫ്രം സാബു അല്ലേ? ക്യാഷ് റിസീവ്ഡ് ഫ്രം സാബു എഴുതാം. മേ ബി അത് ചെക്ക് റിസീവ്ഡ് ഫ്രം സാബു എഴുതി കഴിഞ്ഞാലും ശരിയാണ്. ഇങ്ങനെയാണ് എക്സാമിനേഷന് ജേർണലൈസിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറ്. അപ്പോൾ ജേർണൽ എൻട്രി മാത്രം നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ പണി കിട്ടും. നിങ്ങൾ ജേർണൽ എൻട്രി മാത്രം പഠിച്ചു പോരുത്. ഒരു ജേർണലൈസിങ്ങിൻ്റെ നരേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നരേഷൻ നോക്കിയിട്ട് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ജേർണലൈസിംഗ് ക്വസ്റ്റ്യൻ ഈ രീതിയിലൊക്കെ വരാം. പഠിച്ചിരിക്കുക, എക്സാമിനേഷന് ചോദിക്കും.